സംഘഗ്രാമം ഭൂമിയിൽ മകരക്കൊയ്ത്തുത്സവം. തദ്ദേശീയ ജനതയുടെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് കാർഷിക സംസ്കൃതിയുടെ ഈ കൂട്ടായ്മയിൽ കതിരണിഞ്ഞ പാടത്ത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജയസുധയാണ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തത്. മണ്ണും മനസ്സും ഒന്നാകുന്ന കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പുമായി പാലക്കാട് പനമണ്ണയിൽ സംഘഗ്രാമം വിളവെടുപ്പുത്സവം നടന്നു. പനമണ്ണയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന സംഘഗ്രാമം പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള പൊൻകതിരണിഞ്ഞ പാടശേഖരത്തിലാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. ബി മിഷൻ സംഘഗ്രാമം സംയുക്തമായി ഒരുക്കിയ ഈ വിളവെടുപ്പ് കാർഷിക പ്രേമികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജയസുധ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശു രഹിത ഭൂമി എന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അതിനുവേണ്ടി ഒറ്റപ്പാലം നഗരസഭയുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും കർഷകർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കഴിഞ്ഞ ആഴ്ച കർഷകരുടെ ഒരു യോഗം നമ്മൾ വിളിച്ചു കൂട്ടുകയുണ്ടായി. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ കൃഷിക്കാരുടെ ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്നുള്ളത് കൃഷി നശിപ്പിക്കുന്ന പന്നികളെ ഷൂട്ട് ചെയ്യാനുള്ള ഇപ്പോൾ ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു. നമ്മുടെ കാർഷിക പാരമ്പര്യത്തെ നിലനിർത്തുന്നതിനും പുതിയ തലമുറയ്ക്ക് കൃഷിയോട് താല്പര്യം ജനിപ്പിക്കുന്നതിനും ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ അർച്ചന സജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി അഡ്വക്കേറ്റ് സജി കെ ചേരമൻ, ട്രഷറർ ടി.എം. കൃഷ്ണൻകുട്ടി, ട്രസ്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഗോപി പാലറ, അജി എം ചാലക്കേരി, അംബുജൻ ഗോവിന്ദൻ, കിഷോർ, സി.പി. രാമൻ, സിജി മണി, ഉഷ തളിക്കുളം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പങ്കാളിത്തം കൊയ്ത്തുത്സവത്തിന് മാറ്റുകൂട്ടി. ഒരു മെമന്റോ നൽകി ആദരിക്കുന്നു. കൃഷ്ണേട്ടൻ മാത്രമല്ല, കൃഷ്ണേട്ടനൊപ്പം ഇതൊരു ഉത്തരവാദിത്തമാണ്. ഇനിയും കൂടുതൽ ഈ ഇതിനകത്ത് പണി ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുപോലുള്ള മെമന്റോ ആദരവ് ഞങ്ങളെല്ലാം സ്നേഹോപകാരം ചേർന്ന് നൽകുന്നു. ഓഫീസർ നൽകുന്നു, അത് കൃഷ്ണേട്ടൻ നൽകുന്നു. ഇവിടെ ഞങ്ങളൊരു പഠന പരിശീലന സേവന കേന്ദ്രം അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ. തദ്ദേശീയ ജനതയുടെ നേതൃത്വത്തിൽ ഇത് അത്തരമൊരു പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രത്തിന് വേണ്ടിയുള്ള പണിയാണ്. അപ്പോൾ ഈ കൃഷിഭൂമിയായി കിടന്ന സ്ഥലം ഞങ്ങൾ വെറുതെ ഇട്ടില്ല. 2022 വാങ്ങി, 22 സംഘം രജിസ്റ്റർ ചെയ്ത്, 23 ഞങ്ങളിത് വാങ്ങി, 24 ഞങ്ങൾ വരുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾ കൃഷി ചെയ്തു. നെൽകൃഷി, വാഴക്കൃഷി, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ വരുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങൾ അടങ്ങുന്ന സാധനങ്ങളെല്ലാം ഞങ്ങളിവിടെ കൃഷി ചെയ്തു. 23, 24 വലിയ വിളവ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് നെല്ലിൻ്റെ വിളവ് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇത്തവണയും മകരക്കൊയ്ത്ത് എന്ന പേരിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഉത്സവമായി ആഘോഷിക്കുകയാണ്. വളരെ വലിയ വിപുലമായ ആഘോഷങ്ങളാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്. ഇത്തവണയും ഞങ്ങളുടെ കൊയ്ത്തുത്സവം ഭംഗിയായി നടന്നു. ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വിളവുണ്ടെന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്.